സുനിൽ കനുകൂല് ഒരു പെർഫോമൻസ് റിപ്പോർട്ട് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു പത്രമാധ്യമങ്ങളിലൊക്കെ. അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പാർട്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല, ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയില്ല. അപ്പം അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് സോഴ്സ് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അന്വേഷിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് കിട്ടാത്തൊരു സാധനം നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്നതിൽ വളരെ ആശ്ചര്യമുണ്ട്. അല്ല, അങ്ങനെ അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ മണ്ഡലത്തിലെ പെർഫോമൻസിനെ സംബന്ധിച്ച് അങ്ങനെ വേറൊരു പരിശോധന, അതായത് രാഷ്ട്രീയമായി ഇപ്പോൾ കോൺഗ്രസ് കാൻഡിഡേറ്റ്സിനെ തീരുമാനിക്കുക എന്നുള്ളതിന് അപ്പുറത്തൊരു പ്രൊഫഷണൽ ഏജൻസി പരിശോധിച്ചിട്ട് അങ്ങനെ റിപ്പോർട്ട് കാർഡ് ഉണ്ടാക്കിയിട്ട് സ്ഥാനാർത്ഥിയെ മാറ്റണോ വേണ്ടിയോ അങ്ങനെയൊക്കെയുള്ള ചർച്ച കോൺഗ്രസിൽ നടക്കൂ? അതിപ്പം കോൺഗ്രസ് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കേണ്ടി വരും. അങ്ങനത്തെ പെർഫോമൻസ് ലിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തേനൊന്നും ഞങ്ങളുടെ അടുത്ത് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഏത് ഏജൻസി വന്ന് എന്ത് അസസ്മെന്റ് നടത്തിയാലും എന്ത് ഓഡിറ്റ് നടത്തിയാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഈ മണ്ഡലത്തിൽ പോസിറ്റീവേ ഉള്ളൂ എന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കൂടെ ഇപ്പം ഈ പ്രോഗ്രാമിൻ്റെ പേര് ടീ ബ്രേക്ക് വിത്ത് MP. ഞാൻ പറയുന്നു ടീ ബ്രേക്ക് വിത്ത് അഭിലാഷ് മോഹൻ, ആലത്തൂരോ കുഴൽമന്ദമോ എൻ്റെ നെന്മാറയോ ചിറ്റൂരോ നമുക്കൊരു ടീ ബ്രേക്ക് നടത്താം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എങ്ങനെയാണ് ഓരോ വീട്ടിലെയും അംഗങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും അവരുടെ വീട്ടിലൊരു അംഗം പോലെയുള്ള എന്നോടുള്ള സമീപനം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ചായ കുടിക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് പ്രോഗ്രാം നമ്മുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും ടൗണിലേക്ക് നമ്മൾ മാറ്റുന്നതായിരിക്കും ഉചിതം. ഓക്കെ, അത് നമുക്ക് നോക്കാം.